ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഈ ഒരു ഹാക്ക് അറിയാവുന്നവരായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മൾ ഫ്ലെയർ ആയിട്ടുള്ള കുർത്തീസ് തയ്ക്കുന്ന സമയത്ത് താഴത്തെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് റിസൾട്ട് ഇതുപോലെയായിരിക്കും കിട്ടുക. നമ്മളത് എത്രയൊക്കെ ശ്രമിച്ചാലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ സാധ്യതയില്ല. ഫ്ലെയർ ആയിട്ടുള്ള കുർത്തീസിൻ്റെ താഴത്തെ ഭാഗം പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഈസി ട്രിക്ക് ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഫ്ലെയർഡ് കുർത്തിയുടെ താഴത്തെ ഭാഗം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ നോർമൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ട് വരുന്നത്. പവർ മെഷീൻ ആണെങ്കിൽ കുഴപ്പമില്ല, എല്ലാ തരത്തിലുള്ള സ്റ്റിച്ചുകളും അതിൽ അവൈലബിൾ ആണ്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പവർ മെഷീൻ ഇല്ലാത്ത ഫ്ലെയർഡ് കുർത്തിയുടെ താഴത്തെ ഭാഗം അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ഹാക്കാണിത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ കുർത്തിയുടെ താഴത്തെ ഭാഗം ഒരു ചുളിവും ഇല്ലാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഒരു ചുളിവ് പോലും വന്നിട്ടില്ല. വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.